ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ? അല്ല, അവരുടെ പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചായിരുന്നു. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ. തുമ്പയാണ് ക്ഷണിച്ചത്, പക്ഷെ വന്നത് ഉപ്പൻ. ഉപ്പൻ വന്നത് എന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല. എന്താണത്? മലവണ്ട് മലബാണങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ഞാൻ SP. ഞങ്ങളത് വിശ്വസിക്കില്ല. SP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-5.5 6 ഹൈറ്റ് ഒക്കെ വേണം. ഇത് SP എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്റെ ബലമായ സംശയം ചിലപ്പോ സ്പോർട്സ് കോട്ടയിൽ കയറിയതാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അല്ലേട്ടാ, ഇത് ലുക്കില് എനിക്ക് തോന്നുന്നതേ തന്തേനെ തല്ലിക്കൊന്നിട്ട് സർവീസിൽ കയറിയ ആളാ. SP എന്ന് പറഞ്ഞാൽ സത്യപ്രതാപൻ, ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ. ബാച്ചലറാണ്, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് SP ഫോർ സ്വയം പൊക്കിയാന്ന്. അപ്പൊ ക്രോണിക് ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. ഞങ്ങളുടെ തങ്കച്ചനെ പോലെ തന്നെ. തങ്കച്ചൻ കല്യാണം കഴിക്കാത്തതല്ലോ, പെണ്ണ് കിട്ടാത്തല്ലേ. അല്ല, അത് പോട്ടെ. ഇപ്പൊ ഞാൻ വന്നതേ. അല്ല, എന്നാലും ക്രോണിക് ബാച്ചിലർ ആണല്ലോ. അത് പറയട്ടെ, തമാശ കൊല്ലികളെ ഞാൻ പറയട്ടെ. അതായത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാനാ സ്പോൺസർ ചെയ്തേക്കുന്നത്. അവളുടെ ഫുൾ ചെലവ് ഞാനാ നോക്കുന്നത്. നിങ്ങളുടെ ചെലവോ? എന്റെ ചെലവ് അവളുടെ അച്ഛനെ ഞാൻ കൂലിപ്പണിക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഭവാനിക്ക് എന്നെ മുമ്പ് ഒരു നോട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴും നോട്ടമുണ്ട്. എപ്പോഴും ജനൽ തുറന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭവാനിക്ക് എന്നെ മനസ്സിലായോ? ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ SP. അല്ല, ഈ ജനല് തുറന്നിട്ടേ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ? ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടത് ഇനമാണെന്ന് അറിഞ്ഞിട്ടാ, അറിയാൻ വേണ്ടിട്ടാ. എന്നെ മനസ്സിലായോ? പിന്നെ സത്യപ്രതാപൻ സ്റ്റൈലും തലയെടുപ്പും. ഭവാനിയുടെ പഴയ കളിക്കൂട്ടുകാരൻ. അതെ, മനസ്സിലായോ? കൂട്ടുകാരനാന്ന് പറഞ്ഞ് മനസ്സിലായി. കളി ഏതൊക്കെയാണെന്ന് പറയാൻ കൊള്ളാം. പന്നിമലത്തും പിന്നെ സമയം കിട്ടുമ്പോ റമ്മി കളിക്കും. ഇവര് പറയാൻ സമ്മതിക്കില്ല. നമുക്ക് എല്ലാം മറക്കാനോ? നീ ചവിട്ട് മേടിക്കും. രാവിലെ തൊട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് മറക്കാനോ? ഞാൻ മറക്കാൻ നല്ലത്. പിന്നെ ഡയലോഗ് ഭവാനി, നമുക്ക് എല്ലാം മറക്കാം. കുട്ടിക്കാലത്ത് എന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോ എന്നെ സ്നേഹിച്ചിരുന്ന ഭവാനി എന്നെ തേച്ചിട്ട് പോയി. തങ്കച്ചനെ അന്ന് തേച്ചത് പോയി. പക്ഷേ ഭവാനിയുടെ തേപ്പ് അത് 1.5 തേപ്പായി പോയി. സൂപ്പർ തേപ്പായി പോയി. ഭവാനി പോയതിൽ പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഭവാനി. അതാ തല കണ്ടാൽ അറിയാം. രാത്രികൾ ഈ ഹാസ്യ സാമ്രാട്ടിനെ ഇവിടെ ഇറക്കി വിടാൻ വല്ല മാർഗമുണ്ടോ? നീ പറയണ മൊത്തം ആൾക്കാർ ചിരിക്കണം വിചാരിക്കണേ. അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് തെറ്റെന്റെ പേരാണ് ഇടംചെറുപ്പ് കുമാർ. പിന്നെ ഭവാനി, ഇവിടുത്തെ പല പെൺകുട്ടികളും എന്നെ ഇടം കണ്ടിട്ട് നോക്കാറുണ്ട്. പക്ഷെ ഞാനും വികാരവും വിചാരമുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് വികാരം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ നിനക്കുള്ളൂ. ഭവാനി, എന്റെ ബർത്ത്ഡേ ആണ്. ഭവാനി കൂടെ വന്ന് ഈ ബർത്ത്ഡേയിൽ പങ്കുചേരണം. വരൂ ഭവാനി. SP വിളിക്കുന്നു. വരൂ ഭവാനി, വരൂ. എന്തായി കൊണ്ടുപോകുന്നേ? തലേക്കട പേൻ നടന്നു പോകുമ്പോഴല്ലേ ഡാൻസ്. ചെറുപ്പം മുതലേ എനിക്ക് SP ഇഷ്ടമായിരുന്നു. പക്ഷേ ചില സിറ്റുവേഷൻസിന് ഞാൻ വിട്ടു പോകാമായിരുന്നു. അതിന് പ്രായച്ചിത്തമായി ഞാനിപ്പോ എൻ്റെ അനിയത്തി ഭാമയെ കല്യാണം കെട്ടിത്തരുന്നു. അനിയത്തി ഭാമയെ പകരമായിട്ട് എനിക്ക് കെട്ടിച്ചേരും. ആരാ ഭാമ? ആരാ അനിയത്തി ഭാമ? ആരാ ഇപ്പൊ ചേച്ചി, അവന് ഭാമയേക്കാൾ ഇഷ്ടം ആമയാണ്. ആമ ഇറച്ചി. അനിയത്തി നിങ്ങളെല്ലാം ഒറ്റ ടീമാണല്ലേ? എല്ലാം തേപ്പുകളാണല്ലേ? അല്ലേ? നെക്സ്റ്റ് ഡയലോഗ് മറന്നു. ഇപ്പൊ അനുമാമി ഒരു ഡയലോഗ് പറയും. അതിനുശേഷമാണ് ഈ ക്രോണിക് ബാച്ചറിലെ സത്യപ്രതാപൻ ഡയലോഗ് പറയുന്നത്. കേട്ടാ, നീ വിഷമിക്കണ്ട. ഒരു ഡയലോഗ് നിനക്ക് തരും. കേട്ടാ, പേടിക്കണ്ട. നുണ പറയാൻ നിനക്ക് 1000 നാക്കാണല്ലേ. ഇത് പറയാൻ നിനക്ക് അറിഞ്ഞൂടെ? മറന്നുപോയി. എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു ഡയലോഗ് പറയാനാണ് നിന്നെ ചേരപ്പള്ളി എന്നുള്ള വിളിച്ചോണ്ടുവന്നത്. ഈ ഒരു ഒറ്റ ഡയലോഗിന് വേണ്ടി. ഈ ഗ്രാമം മൊത്തം നോയിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. നിന്റെ സൂസു. എനിക്ക് SP ഇഷ്ടമാണ്. ഈ ഭാഗമാണ് എപ്പിസോഡിന്റെ റേറ്റിംഗ്. പരസ്യം കഴിഞ്ഞിട്ട് കമ്മിങ് സൂണിൽ ഇതാണ് എനിക്ക് കാണിക്കുന്നത്.
വേർപ്പല്ല തറയെ ചോരയാണ്, എന്റെ ചോരയാണ് കിടക്കുന്നത്. ക്ഷമിക്കണേ കേട്ടാ, ഞങ്ങൾക്ക് ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരിക്കാം. ഞങ്ങൾക്ക് ദൈവസഹായം കിട്ടി. അല്ല കുഴപ്പമില്ല. ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് വരുത്തിയിട്ട് ചേച്ചിക്ക് ഞങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം ക്ഷമിക്കണേ കേട്ടാ. ദൈവമേ ഞങ്ങൾക്ക് ദൈവസഹായം. അല്ല തങ്കച്ചൻ സർ, ഈ ഗെറ്റപ്പിനെക്കാളും ക്ഷമിക്കാൻ വേറെ ഒന്നുമില്ല. SP സാർ, എനിക്ക് സാറിന് ഇഷ്ടമാണ്. ഈ SP എന്ന പേരിന് കറക്റ്റ് ആപ്റ്റ് നീയാണ്. SP എന്ന് പറഞ്ഞാൽ സൂപ്പർ പറ്റിപ്പ്.